എടാ മാത്യു, പാല് മുഴുവൻ കുടിക്കേ, ഇല്ലെങ്കിൽ അമ്മ ഇപ്പൊ പോലീസിനെ വിളിക്കും. വായിന്ന് വെല്ലെടുക്കണ നാരായണൻകുട്ടി. ഓഹോ, വണ്ടി ഇറങ്ങി കാല് കുത്തുമ്പോഴത്തേക്ക് നീ പ്രശ്നം ഉണ്ടാക്കിയല്ലേ? പ്രശ്നോ? റെയിൽവേക്കാരുണ്ടാക്കിയ ഒരു പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടപ്പോ അവരെന്നെ പിടിച്ച് ലോക്കപ്പിലിട്ടു. നീ എന്തെങ്കിലും ഒപ്പിക്കാതെ. ദാ നോക്ക്, വെറും കപ്പലണ്ടി മിഠായിയ. ഇതിന് മാക്സിമം റീറ്റെയിൽ പ്രൈസ് 11 രൂപ 50 പൈസയാ. പക്ഷെ തീവണ്ടിയിൽ എന്നോട് ഇതിന് 12 രൂപ വാങ്ങിയത്. സർവീസ് ചാർജ് ഈടാക്കിയതാവും. നാരായണൻകുട്ടി, റെയിൽവേ മൊബൈൽ അല്ലേ? അത് മുടൻ തന്നെയായോ. പാക്കേജിംഗ് ആൻഡ് കമ്മോഡിറ്റീസ് ആക്ട് എന്താ റെയിൽവേക്കും ബാധകല്ലേ? നീ പറ, ഇവനെയൊന്നും വെറുതെ വിട്ടൂടാ, കേസ് ചാർജ് ചെയ്യണം. എന്താ നീ ബാധിക്കില്ലേ? 12 രൂപയാണ് നീ കൊടുത്തത്, എന്താ തെളിവ്? ഞാൻ ബില്ല് വാങ്ങി. ആദ്യം ബില്ല് തരാൻ കൂട്ടാക്കിയില്ല. വിൽപ്പന നികുതി നിയമപ്രകാരം ഏതൊരു സാധനം വിൽക്കുമ്പോഴും 10 രൂപയിൽ കൂടുതലാണ് വിലയെങ്കിൽ നിർബന്ധമായും ബില്ല് തന്നിരിക്കണം എന്നാണ് നിയമമെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് അവൻ ബില്ല് തന്നത്. എന്റെ അടുത്ത് അവന്റെ കളി. കൊടുക്കും, കേസ് കൊടുക്കും, ഉറപ്പാ. 50 പൈസക്ക് വേണ്ടി കേസ് കൊടുക്കണോ? മക്കളെ, 50 പൈസയുടെ വില നിനക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. വെളിച്ചെണ്ണ ലിറ്ററിന് 28 രൂപ ഉണ്ടായിരുന്നപ്പോ 100 മില്ലിക്ക് 3 രൂപ വാങ്ങിയ കടക്കാരനോട് ബാക്കി 20 പൈസക്ക് വേണ്ടി എന്റെ അമ്മ തർക്കിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് 20 പൈസ കൊടുത്തൊരു തീപ്പെട്ടി കിട്ടും. ഒരു നിയമം ഉണ്ടെങ്കിൽ അത് പാലിക്കണം. ഈ നാട്ടിൽ ഉപഭോക്തൃ സംരക്ഷണ കോടതി എന്നൊന്നുണ്ടെന്ന് യുവമരകൻ അറിയട്ടെ. കടലമുട്ടായി വിൽക്കുന്ന പയ്യനോടാ നിന്റെ ഈ വാശി. റെയിൽവേ ജനറൽ സൂപ്പർവൈസറുടെയും കാറ്ററിംഗ് സൂപ്പർവൈസറുടെയും അറിവോടും സമ്മതത്തോടും കൂടിയാണ് വിൽപ്പന. അമിത വില ഈടാക്കുന്നതിനെതിരെ റെയിൽവേക്കെതിരെ കൺസ്യൂമർ കോർട്ടിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും, ഉറപ്പാ. പിന്നെ ഏത് വകുപ്പിലാണ് ഇവന്മാർ എന്നെ പിടിച്ച് ഇതിനകത്തിട്ടെന്നുള്ളത് എനിക്കൊന്നും അറിയാം. ക്രിമിനൽ നടപടി നിയമത്തിൽ 57-ാം വകുപ്പ് പ്രകാരം കുറ്റം ചെയ്ത ആളെ 24 മണിക്കൂർ വരെ കസ്റ്റഡിയിൽ വെക്കാം. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് അത് അറിയില്ല എന്നുണ്ടോ? ഇരിക്കൂ. നീ ആ ജാമ്യത്തിലുള്ള അപേക്ഷ കൊടുക്ക. മാത്യു നേരുപറമ്പിൽ, എന്റെ അഡ്വക്കേറ്റ്. ആ ചാർജ് ഷീറ്റ്. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് ജാമ്യത്തിന്റെ ആവശ്യമില്ല. കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സീനും ഉണ്ടാകുമായിരുന്നില്ല. സോറി. മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്കറിയാം. ഓർമ്മയുണ്ടോ പണ്ട് ഒറ്റപ്പാലം റെയിൽവേ ക്വാർട്ടേഴ്സിൽ താമസിച്ച ഒരു ദാക്ഷായണിയമ്മയെ? ദാക്ഷായണിയമ്മ ടീച്ചർ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ ഓടയില് പൊട്ടിയ സ്ലാബിൽ കുടുങ്ങി കാലൊക്കെ നഷ്ടപ്പെട്ട? അതെ, അവര് തന്നെ എന്റെ അമ്മയാ. നാരായണൻകുട്ടി കേസ് കൊടുത്തുകൊണ്ട് മാത്രമാണ് നഷ്ടപരിഹാരം കിട്ടിയത്. അത് മറക്കാൻ മാത്രം ഞാനൊരു പോലീസുകാരനായില്ല. നാരായണൻകുട്ടിയുടെ സ്കൂട്ടർ ബ്രേക്ക് മാനിൽ നിന്ന് ഇറക്കി പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടുണ്ട്. ഇതാക്കി. താങ്ക് യു സർ. വാ. അമ്മച്ചി, ഇതാ അമ്മച്ചി ഞാൻ പറഞ്ഞ നാരായണൻകുട്ടി. പിന്നെ ഞാനങ്ങോട്ട് അനിയത്തിയുടെ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഒരു ടി സി വാങ്ങി. അയാള് തന്നെയാണോ ഇയാളോ? അതോ ഇയാളെ പോലെയാണോ അയാൾ? എന്തോ ഇയാളെ ഞാൻ ടിവിയിലും പത്രത്തിലും ഒക്കെ വക്കാലത്ത് നാരായണൻകുട്ടി. വേണ്ട വക്കീലേ, വേണ്ട. ഇയാൾ ഇവിടെ താമസിക്കണ്ട. എനിക്ക് ഈ വയസ്സുകാലത്ത് കോടതിയും പോലീസ് സ്റ്റേഷനും ഒന്നും കേറാൻ വയ്യ. നാരായണൻകുട്ടി അമ്മച്ചിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. വേണ്ട, ഇപ്പം കയറി താമസിക്കും, പിന്നെ അവകാശം പറയും. ഒഴിഞ്ഞു പോണ പ്രശ്നം ഈ ജന്മത്തുണ്ടാവില്ല. ഇയാൾക്ക് വേണ്ടി നിങ്ങൾ ഫ്രീ ആയിട്ട് വാദിക്കും. എനിക്ക് വക്കീലിനെ വയ്ക്കാൻ സാമ്പത്തികമില്ല, സഹായിക്കാനും ആരുമില്ല. രാവിലെ ഭയങ്കര ചൂടിലാണല്ലോ. ഈ കേസ് ഞാൻ ഹാൻഡിൽ ചെയ്യാം. അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. അദ്ദേഹം മരിച്ചുപോയി. ഓ, മക്കളൊക്കെ എവിടെയാ? നല്ല ഹാൻഡിലിംഗ്. താങ്ക് യു. നീ ചളമാക്കിയില്ലേ? നീ എന്തിനാ മക്കളെ കുറിച്ച് ചോദിച്ചത്? എന്തേ മക്കളില്ലേ? ഉണ്ട്, 5 എണ്ണം. പക്ഷെ ഒരെണ്ണം തിരിഞ്ഞു നോക്കത്തില്ല. അതെന്താ അങ്ങനെ? നന്ദി കേട്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാ കാണാൻ രസമാ. എന്നാ സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കണമെന്ന് വഴിപാട് നേരുന്ന മക്കളായാല് വളർത്തി വലുതാക്കിയതിന്റെ കൂലി. നന്ദിയില്ലാത്തവര്. വക്കാലത്ത് നാരായണൻ പറ, വക്കീല് പറ, നന്ദികേടിനെ പോലെ ഹീനമായ കുറ്റത്തിന് ശിക്ഷിക്കാൻ വകുപ്പുണ്ടോ? ഉണ്ടോ? നിയമത്തിൽ അങ്ങനെ ഒരു വകുപ്പ് ഇല്ല. പക്ഷേ മാപ്പ് കൊടുക്കാം ഒരമ്മയ്ക്ക്. ഞാൻ എന്റെ മക്കൾക്ക് മാപ്പ് കൊടുത്തു. നന്നായി വരട്ടെ. അമ്മേ, ആ
വലതുകാലം വെച്ച് കേറ് വക്കാലത്തെ. കേറ് കേറ്, പക്ഷെ നന്ദികേട് കാണിക്കരുത്. ആ Good morning, sir. Morning. This is my apple. Once again, good morning, sir. ഞാൻ ജോയിൻ ചെയ്യാണ് എൻ്റെ പേപ്പേഴ്സ് ഒക്കെ. നമസ്കാരം. നമസ്കാരം. തിരുവനന്തപുരത്ത് സംസ്ഥാന സമ്മേളനം കൊണ്ടുവന്നത് നമ്മുടെ ശ്രമം കൊണ്ടാ. സാറിന്റെ ശ്രമം കൊണ്ടാ. ആ കലക്കണം. കലക്കണമെങ്കിൽ പിരിക്കണം. അല്ല പിരിക്കാം, പക്ഷെ ഒരു പാർട്ടി ഒന്ന് കണ്ണടക്കണം. പകൻ അഡ്മിനിസ്ട്രേഷൻ. സാറേ, ഈ കടലാസ് എവിടെയാ കൊടുക്കണ്ടേ? ഇതാ ശോശാമയുടെ സെക്ഷനിലെ അവിടെ അവധിയില്ല, പ്രസവാവധി. അയ്യോ, എന്റെ കിടപ്പാടത്തിന്റെ കാര്യ. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരൂ, ഗംഗാരേട്ടൻ വരട്ടെ. പുറത്ത് നിന്നാ മതി. എപ്പോഴാ പ്രസവം? സാർ ചായ ഇപ്പൊ കൊണ്ടുവരാം. ഓ സാറന്മാരെ, വക്കാലത്ത് നാരായണൻകുട്ടി സാറ് ചാർജ് എടുക്കുന്ന ദിവസമല്ലേ? നല്ല ഉഗ്ര മുളക് ബജി പറയട്ടോ. വക്കാലത്തിന്റെ പേരിലുള്ള മുളക് ബജി ആവുമ്പോ എരിവിശാല കൂടും. അതെയോ? ആ ശരി, വൈകിട്ട് കാണാം. ആ പോടാ കള്ള. ഡേ, തമാശ കുറെ കൂടുന്നുണ്ട് കേട്ടോ. ഓ ശരി ശരി. ആ അതെ. അയ്യോ എനിക്ക് വയ്യ. ഓ ശരി ശരി. കറക്റ്റ് 12:15, 12:15. ഈ കാര്യ സുന്ദരി വളരെ പഞ്ചല. സാറ് ഊണ് കഴിക്കില്ലേ? 1 മണിക്കല്ലേ ലഞ്ച് ബ്രേക്ക്? യെസ്, വിളിച്ചോ? ഓ സാറേ, എന്റെ കിടപ്പാടം ഒന്ന് തല ചാക്കി ഇടല്ലേ സാറേ? സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഒരു പന്തലും കെട്ടി കിടന്നാ മതി. അവിടെ കുറെ പേരുണ്ടല്ലോ. സാർ സാർ, ഇതൊരു ശല്യമായി തീർന്നല്ലോ. ഒന്ന് ഒപ്പിട്ട് കിട്ടിയാ മതി സാർ. സമയമാവുമ്പോ ഒപ്പിട്ട് തരും. അതെനിക്കറിയാം സാർ. സമയമാകുമ്പോ സ്ഥലം പതിച്ചേരായിരിക്കും പറ്റില്ല. നിങ്ങൾ തന്നില്ലെങ്കിലും ഈ കിളവിക്ക് 6 അടി മണ്ണ് അവകാശപ്പെട്ടതാ. ഭീഷണി ഭീഷണി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആത്മഹത്യാശ്രമത്തിന് കേസ് ചാർജ് ചെയ്യാം, പിടിച്ച് ജയിലിലിടാം. അല്ലേ വക്കാലത്തെ? ആ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന സകല പരാതിക്കാരുടെ നേരെ കേസ് ചാർജ് ചെയ്യേണ്ടി വരും, അല്ലേ സാറേ? അണ്ണാ, ആദ്യം ജിലി ബജ്ജി, പിന്നെ ചായ. സോമേട്ടന്റെ സീനിയോറിറ്റി കേസിന്റെ വിധി പറഞ്ഞല്ലോ. ഇനി സോമേട്ടൻ സീനിയറാ. സെന്തിൽകുമാറിന്റെ റിവേർഷൻ ഉറപ്പാ. ഇനി ആപ്പീസ് വരാൻ നല്ല രസമായിരിക്കും. കീരി പാമ്പും തമ്മിലുള്ള സ്റ്റണ്ട് കാണാം. സാറ് കൂടി ഒരെണ്ണം എടുക്കണം. സർക്കാരിനെ സേവിക്കുന്നവരെ ആദ്യം സേവിക്കട്ടെ.
സ്വാഗത സംഘത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. 2 റൗണ്ട് കളിച്ചിട്ടുള്ള മീറ്റിംഗ് എല്ലാം മതി. അത് ശരിയാ. ഒരു നാടാണ്. ഞാനും ഇറങ്ങുക. നേരത്തെ പോയില്ലെങ്കിൽ ലിമിറ്റഡ് കിട്ടുകയില്ല. അതാ. നാളെ കാണാം. ഓ, സാറ് പോണില്ലേ? 5 മണി വരെ ഓഫീസ് ടൈം. പിന്നെ എന്താ പേര്? കൃഷ്ണമ്മ. ഒക്കെ ശരിയാവും കേട്ടോ. എവിടുന്ന് ശരിയാവാനാ? ശോശാമയുടെ പ്രസവം, ജെയിംസിന്റെ വീട് പണി, ഗംഗാധരന്റെ സീരിയല്, ഇതൊക്കെ കഴിഞ്ഞ് എന്റെ കടലാസ് മേലുദ്യോഗസ്ഥന്റെ കയ്യിൽ എത്തുമ്പോഴേക്കും ഞാൻ അങ്ങ് മേലോട്ട് എത്തിയിരിക്കും സാറേ. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇന്ന് ജോയിൻ ചെയ്തോളൂ. ഫയലൊക്കെ നോക്കട്ടെ. ആ പേപ്പർ കണ്ടു തരും. കാര്യം ശരിയായാലേ ഞാൻ സാറിനെ വന്നൊന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും കൈക്കൂലി? ഇപ്പോഴെന്റെ കയ്യിൽ ഒന്നുമില്ല സാറേ. ഹലോ, മുഖ്യമന്ത്രിയല്ലേ? അതെ, മുഖ്യമന്ത്രിയാ. ആ, പേര് പറ. പേര് പറ. എന്റെ പേര് നാരായണൻകുട്ടി. ആ, എന്താ കുട്ടി? ഏടുന്നാ? തിരുവനന്തപുരത്തുനിന്നാ. ലോക്കലാ? ആ, എന്താ പരാതി? എന്റെ സ്വന്തം കാര്യമല്ല സാർ. ശാലയിൽ താമസിച്ചിരുന്ന കൃഷ്ണമാൾ എന്ന് പറഞ്ഞൊരു വിധവ കഴിഞ്ഞൊരു പെറ്റീഷൻ കൊടുത്തിരുന്നു. അവിടെ ഒരു ഫാക്ടറി തുടങ്ങിയില്ലേ സാറേ? അപ്പോ ഗവൺമെന്റിൽ നിന്ന് ലാൻഡ് അക്യൂർ ചെയ്തപ്പോ അവരുടെ കിടപ്പാടം പോയി. പകരം ഗവൺമെന്റിൽ നിന്ന് സ്ഥലം കൊടുക്കുന്നൊക്കെ പറഞ്ഞൊരു സർക്കുലർ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോഴും ചുവപ്പ് നാടെ കുടുങ്ങി കിടക്കുക. ലാൽ സലാം. ആ, ഇപ്പൊ എന്താണ് പൊസിഷൻ? സാങ്ഷൻ പേപ്പർ ക്ലാർക്ക് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി സാർ. ബാക്കിയൊക്കെ ഓക്കെയാ. ആ, പിന്നെന്താണോ ഓൻ വെരിഫൈ ചെയ്യാത്തത്? അതാണ് പരാതി സാർ. റൈറ്റ്. ആ, കൃത്യവിലോപ. അതെ അതെ. ആ, കൃഷ്ണമാളോട് ഒരു പരാതി എഴുതി കൊടുക്കാൻ പറ. ശരി സാർ. സാറേ, പിന്നെ ഈ സർക്കാർ ഓഫീസിലെ സ്റ്റാഫുകളൊന്നും കൃത്യസമയത്ത് വരുന്നില്ല സാർ. വന്നാൽ തന്നെ അവര് സമയത്തിന് മുമ്പ് തിരിച്ചു പോവാ. കൃത്യമായിട്ട് എങ്ങനെ പറയുന്നു? സാറേ, ഞാനിപ്പോ സെക്രട്ടേറിയറ്റില്ല, ഡെപ്യൂട്ടേഷനില്ല. ഇതാരപ്പ ഞാനറിയാതെ സെക്രട്ടേറിയറ്റിൽ ഒരു നാരായണൻകുട്ടി? എന്താ? ആ, നമ്മടെ വക്കാലത്ത് നാരായണൻകുട്ടിയാ. നിന്നെ നമുക്ക് ശരിക്കും അറിയാപ്പാ. ഓനറിയാത്ത ഏത് മന്ത്രി ഇവിടെ ഉള്ള? നമ്മടെ ശശീന്ദ്രക്കുറുപ്പിനെ കസേരന്ന് തള്ളിയിട്ടോന്നല്ലേ? ആ, പിന്നെ കൃഷ്ണമാള് കാര്യത്തിൽ ഈ ഒന്ന് ഇടപെടും. സ്പീഡാക്ക്. ഞാനും നോക്കാം. ശരി സാർ. ലാൽ സലാം. ലാൽ സലാം. ആ, ഇല്ലെങ്കിൽ ഓൻ നമ്മളെ കോടതി കേട്ടു. ആ, അല്ല, ഈ നാട്ടിൽ ഇങ്ങനെയും ചിലരൊക്കെ വേണപ്പാ. ഓൻ നമ്മുടെ ആളാ. സാർ, നമ്മുടെ വക്കാലത്ത് നാരായണൻകുട്ടി ടിവിയില്. വക്കാലത്ത് നാരായണൻകുട്ടി ഞാൻ സാറിനൊന്ന് കാണാൻ വന്നതാ. എല്ലാം ശരിയായി അല്ലേ? ആ, ഒക്കെ ശരിയായി. കിടപ്പാട് അനുവദിച്ചു കിട്ടി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് വന്ന് നോക്കിയതല്ലേ. ഒരു വക്കാലത്ത് നാരായണൻകുട്ടിയാ മന്ത്രിയെ കൊണ്ടായി ചെയ്യിപ്പിച്ചത്. സാറേ, എനിക്ക് ആ കുട്ടിയൊന്ന് നേരിട്ട് കാണണം. സാറിന് ആളെ അറിയാവോ? ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. സാധാരണ നിയമങ്ങൾ വെറും 10 രൂപ. 2 വീലറിൽ പോകുമ്പോൾ കുട പിടിക്കാമോ? ബസ്സിൽ വെച്ച് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ബസ് നിർത്താൻ ആവശ്യപ്പെടാമോ? ഇങ്ങനെ ഒത്തിരി ഒത്തിരി നിയമങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ആദ്യ ജനനം മുതൽ അവസാനത്തെ മരണം വരെ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി ഒത്തിരി നിയമങ്ങൾ. വെറും 10 രൂപ. വാങ്ങിക്കൂ, വായിക്കൂ. അതെ അതെ, 10 രൂപ. 10 രൂപ ആർക്കാ വേണ്ടത്? 10 രൂപ. അയ്യോ, ഇതാര്? വക്കാലത്ത് നാരായണൻകുട്ടി സാറോ? സാറിനെത്തിനാ സാറേ ഈ പുസ്തകം? കൊല്ലം നടത്തിയ സൂചി വിൽക്കോ സാറേ? ഭരണഘടന മുതൽ ട്രാഫിക് നിയമം വരെ സാറിന് ബൈഹാട്ടല്ലേ? ബോബി, ക്യാപ്റ്റൻ ബോബി. സാറേ, കത്തി. ലൈറ്റ് പച്ച കത്തി. സാറേ സാറേ, എന്നെ അപ്പുറത്തോട്ടൊന്നാക്കിക്കാം. ആവശ്യം അറിഞ്ഞിരിക്കേണ്ട നിയമം.
നളിനാക്ഷൻ PP. അല്ല സാറ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും പോവാണോ അതോ ഈ സിനിമയിലെ ഡമ്മി പോലീസാണോ? എന്താ? ഒന്നുമല്ല സാറ് ഒറിജിനൽ ട്രാഫിക് പോലീസ് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. താൻ എന്നെ കളിയാക്കിയതൊന്നും അല്ല സാറേ. ആ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? ബ്രാൻഡി ഷാപ്പെന്നോ മൂത്രപ്പെരാന്നൊന്നും അല്ലല്ലോ. എന്താ സാറേ ബോർഡൊന്ന് വായിക്കണം. വായിക്കണം സാറേ. നോ പാർക്കിംഗ്. സാറിന് അതിന്റെ അർത്ഥം മനസ്സിലായോ? ഇവിടെ വാഹനങ്ങളൊന്നും നിർത്തിയിടാൻ പറ്റില്ല എന്നാണ് എന്റെ അർത്ഥം. പാവ ഇംഗ്ലീഷ് അറിയത്തില്ല സാറേ. താൻ എന്നെ പഠിപ്പിക്കണ്ട. സാറ് ചൂടാവല്ലേ? ഈ കിടക്കണ സാധനം എന്താ? സാൻഡ്രോ. അതെന്താ ഒരു വാഹനല്ലേ? കേസ് ചാർജ് ചെയ്യണം സാറേ. സാറിന്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു തോന്നിവാസം നടക്കുമ്പോ നോക്കിയേക്കുക. കൺട്രോൾ റൂമിലേക്ക് വിളിക്കണം സാർ. എന്നിട്ട് ആ ക്രാപ്പ് കൊടുക്കുന്നത് പൊക്കിയെടുത്തോണ്ട് പോകാൻ പറയണം. ഒരു നിയമപാലകന്റെ കൺമുമ്പിൽ വെച്ച് നിയമം ലംഘിക്കപ്പെടുന്നു. നമ്മുടെ നാടിന്റെ ശാപം. വില 10 രൂപ. നാട്ടുകാരുടെ വിവരക്കേട്, അധികാരികൾ ഉണ്ടാക്കുന്ന ഗതികേടാ. ഇത് ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. സാറെ നോക്കി നിൽക്കാതെ ഇത് പൊക്കിയെടുത്തോണ്ട് പോണം സാറേ. സാർ ആർക്കിട്ടെ സലാം വെക്കുന്നത്? സാർ DGPയുടെ മോളാ. എങ്ങനെ എങ്ങനെ എങ്ങനെ? DGP കുര്യൻ സാറിന്റെ മോളാ. എങ്കിലും ഈ വിവരം സാറൊന്ന് നേരത്തെ പറയണ്ടേ? സോറിട്ടോ, ആളെ മനസ്സിലായില്ല. നോ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തതിനെ ചൊല്ലി ഞാനും മൂപ്പരും തമ്മിൽ ഒരു കശപിശ നടക്കുകയായിരുന്നു. മൂപ്പരുടെ കാല് കൂട്ടിയിരിക്കുന്നത് കണ്ടാ തിരിഞ്ഞു നോക്കിയത്. നോക്കിയപ്പോ മഹാറാണി. തമ്പുരാട്ടി തിരുവിതാംകൂർ കോലത്തുനിന്നാണോ തൃപ്പൂണിത്തുറ പാലസിനാണോ അതോ നിലമ്പൂർ കൊട്ടാരത്തിനാണോ? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചതാ. ഓ വേണ്ട വേണ്ടത്. സാറേ DGPയുടെ മുൾക്കുന്ന നിയമം വേറെയാണോ? സാറെ KCRG വണ്ടി പിടിച്ചെടുത്ത പെണ്ണിനെ നോക്കി അകത്തണം സാറേ. ഞാൻ എന്ത് ചെയ്യാനാണ് സാർ? DGPയുടെ മോൾക്കെതിരെ കേസ് ചാർജ് ചെയ്താൽ സാറിന് അട്ടപ്പാടിലേക്ക് സ്ഥലം മാറ്റും. ഇനിയിപ്പോ സാർ അങ്ങനെ ചെയ്തില്ല വെച്ചാൽ സാറിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഏത് വേണം സാർ എന്നെ തീരുമാനിച്ചു. സാർ ഇതൊന്ന് വായിച്ച് പഠിക്കും. പിടിക്കും സാർ. ഒരു മിനിറ്റ്. എല്ലാ പാർട്ടി ഒരുമിച്ചാണല്ലോ. ഇന്ന് എന്തിനെതിരെ സമരം? മദ്യത്തിനെതിരെ. വൈകുന്നേരം വരെ തൊള്ള പറഞ്ഞാൽ എന്നാ കിട്ടും? ഊറടിക്കാനുള്ള ചിക്കലി.